ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ നടക്കുന്ന സുരക്ഷ ക്യാമ്പയിന്റെ ഭാഗമായി വാർഡ് തലങ്ങളിൽ നടത്തുന്ന ലഹരിവിരുദ്ധ കൂട്ടായ്മകളുടെ മണ്ഡലം തല ഉദ്ഘാടനം കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടന്നു. ഇ.ടി. ടൈസൺ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട സർക്കിൾ സിവിൽ എക്സൈസ് ഓഫീസർ എസ് റിഹാസ് ക്ലാസിന് നേതൃത്വം നൽകി. ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായി. കയ്പമംഗലം ASI അൻവറുദ്ദീൻ, കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA ഇസ്ഹാഖ്, PA ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, UY ഷമീർ, PK സുകന്യ, സിബിൻ അമ്പാടി, പഞ്ചായത്ത് കോർഡിനേറ്റർ KK സക്കറിയ എന്നിവർ സംസാരിച്ചു. രണ്ട് വീട്ടിൽ വേറെ പ്രശ്നങ്ങളില്ലാതെ, ക്ലാസ് റൂമിൽ വേറെ പ്രശ്നങ്ങളില്ലാതെ ഒരു കുട്ടിയുടെ പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കുട്ടി ഏതൊക്കെയോ മയക്കുമരുന്ന് ചിലപ്പോൾ ഉപയോഗിക്കുന്നതാവാം. ഊർജ്ജസ്വലതയില്ലായ്മ ഈ പ്രായത്തിൽ +2 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ചാടി തുള്ളി നടക്കുന്ന സമയമാണ്. ഈ പ്രായത്തിൽ ഒന്നിനോട് താല്പര്യമില്ലാതെ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ടെൻഡൻസി കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? ചിലപ്പോൾ എന്തെങ്കിലും മയക്കുമരുന്നായിരിക്കാം. ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് തലവേദനയാണെന്ന് പറയും, അല്ലെങ്കിൽ തലകറക്കാണെന്ന് പറയാം. ഭക്ഷണം കൃത്യസമയത്ത് നമ്മൾക്ക് 3 നേരത്തെ ഭക്ഷണം നമ്മൾ കഴിക്കും അല്ലെ? രാവിലെ ഒന്ന് കഴിക്കും, ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കും, വൈകിട്ട് ഒന്ന് കഴിക്കും. ഈ കുട്ടികൾ രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും എന്നിട്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കും, പുറത്തേക്ക് പോകും, രാത്രി എന്തെങ്കിലും കഴിച്ചിട്ട് ചിലപ്പോൾ വീട്ടിൽ കയറി വരും. കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണശീലം ഇല്ലാതെ ഈ കുട്ടികൾക്ക് ഉണ്ടാവും. വിശപ്പില്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കും.